ഈ സ്കൂൾ തുറക്കൽ ദിനത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സങ്കട വാർത്ത കൂടി നൽകാനുണ്ട്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അഞ്ചരക്കണ്ടി മാമ്പ LP സ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. എന്ന് വെച്ചാൽ അതിന് പൂട്ടുവീഴുകയാണ്. ഒരു കുട്ടി പോലും ഈ അധ്യയന വർഷം പഠിക്കാനായി ഈ സ്കൂളിലേക്ക് എത്തിയില്ല. തുടർന്നാണ് വേറെ മാർഗമില്ലാതെ ഈ വിദ്യാലയം എന്നേക്കുമായി അടച്ചുപൂട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മണ്ഡലത്തിലെ സ്കൂളിലാണ് താഴെ വീഴുന്നത് എന്നതുകൂടി ഓർക്കണം. 1862 സ്ഥാപിതമായ മാമ്പ LP സ്കൂളിന് 164 വർഷത്തെ സുദീർഘമായ ചരിത്രമുണ്ട്. പ്രദേശത്തെ ഒട്ടനവധി തലമുറകൾക്ക് അറിവിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഈ വിദ്യാലയത്തിന്റെ പ്രതാപകാലത്ത് 160-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഒരേ സമയം പഠിച്ചിരുന്നു. എന്നാൽ 2002 ശേഷം സ്കൂളിൽ കുട്ടികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം വെറും 8 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ അവശേഷിച്ചിരുന്നത്. അതിൽ 2 കുട്ടികൾ 4ാം ക്ലാസ് പൂർത്തിയാക്കി മറ്റ് സ്കൂളുകളിലേക്ക് മാറിപ്പോയി. സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത മാനേജർ കഴിഞ്ഞ വർഷം തന്നെ സ്കൂള് അടച്ചുപൂട്ടാൻ അനുമതി തേടി വിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സ്കൂളിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ അവശേഷിച്ച 6 കുട്ടികളുടെ രക്ഷിതാക്കളും TC വാങ്ങി മക്കളെ മറ്റ് വിദ്യാലയങ്ങളിൽ ചേർക്കുകയായിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെ 5 അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഒരാൾ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സ്കൂളിന്റെ പ്രഥമ അധ്യാപിക കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചു. സ്ഥിര നിയമനമുള്ള അവശേഷിക്കുന്ന 3 അധ്യാപകരെ തസ്തിക നഷ്ടപ്പെടുന്ന മുറയ്ക്ക് മറ്റ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് പുനർവിന്യസിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പുത്തൻ കുടകളും ചൂടി കളിച്ചിരികളോടെ കുരുന്നുകൾ അറിവിന്റെ പുതിയ ലോകത്തേക്ക് കാൽവെക്കുന്ന ഈ സുദിനത്തിൽ മാമ്പ LP സ്കൂളിന്റെ മുറ്റം മാത്രം വിജനമാണ്. ആരെയും വരവേൽക്കാനില്ലാതെ, ഒരു തുണ്ടക്ഷരം പോലും കാതോർക്കാനില്ലാതെ ആ ക്ലാസ് മുറികൾ ഇന്ന് മൂകമായി നിലകൊള്ളുന്നു. 1.5 നൂറ്റാണ്ടുകാലം ഒരു നാടിനാകെ വെളിച്ചം പകർന്നു നൽകിയ എത്രയോ പ്രഗത്ഭരെ വാർത്തെടുത്ത ആ അക്ഷരമുറ്റം ഇനി വെറുമൊരു ഓർമ്മചിത്രം മാത്രം. കുട്ടികളുടെ ആരവമില്ലാത്ത ഈ ജൂൺ 1 മാമ്പ LP സ്കൂളിനെ സ്നേഹിച്ച എല്ലാവർക്കും കണ്ണീരണിയിക്കുന്ന ഒരു നോവായി അവശേഷിക്കും. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.